ഉത്തർപ്രദേശ് സർക്കാരിൽ അഴിച്ചുപണി എന്ന സൂചനകൾ പ്രബലപ്പെടുകയാണ്. സംഘടനാ തലത്തിലും മന്ത്രിസഭാ തലത്തിലും മാറ്റങ്ങൾക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബി.ജെ.പിയിൽ ഭിന്നത എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഇടയിൽ മോദിയും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. പ്രധാനമന്ത്രി വസതിയിലായിരുന്നു ഈ കൂടിക്കാഴ്ച. യോഗി ആദിത്യനാഥ് യു.പി ഗവർണറുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ചു എന്ന വിവരവുമുണ്ട്. അർജുൻ പീതാംബരനാണ് ചേരുന്നത്. അർജുൻ, ഉന്നം മുഖ്യമന്ത്രി തന്നെയാണ്, യോഗി ആദിത്യനാഥ് തന്നെയാണ് എന്ന നിലയിൽ ചില പ്രതികരണങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യത്തിൽ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് വരുന്നത്? പ്രധാനമായിട്ടും ഈ ഉത്തർപ്രദേശ് ബി.ജെ.പിക്ക് അകത്തെ ഒരു ഭിന്നത അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അത് കേന്ദ്രം തന്നെ അല്ലെങ്കിൽ ബി.ജെ.പി ഉന്നതതല സമിതി അല്ലെങ്കിൽ കേന്ദ്രം തന്നെ നേരിട്ടിറങ്ങി അതിലൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിട്ട ചർച്ചകൾ എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അല്പം മുൻപായിരുന്നു അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ച നരേന്ദ്രമോദിയുടെ വസതിയിൽ നടന്നത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ യോഗി ആദിത്യനാഥിനെതിരെയുള്ള പടയൊരുക്കം അത് യു.പി ബി.ജെ.പിയിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ അടക്കം പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. മന്ത്രിസഭയല്ല പ്രധാനം, പാർട്ടിയാണ് പ്രധാനം എന്ന കാര്യം അടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി അമിത്ഷായുമായിട്ടും കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെയാണ് അല്പം മുൻപ് ബി.ജെ.പി. ഉത്തർപ്രദേശ് അധ്യക്ഷൻ മോദിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയത്. തന്റെ രാജ്യസന്നദ്ധത എന്തായാലും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് ഭൂപേന്ദ്ര സിംഗ് ചൗധരി. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ഒരു പക്ഷേ ബി.ജെ.പി. അധ്യക്ഷനായേക്കാം ഉത്തർപ്രദേശിലെ. പക്ഷേ ചർച്ചകളെല്ലാം തന്നെ നിലവിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് കേന്ദ്രം കടക്കുന്നത്. ശരി, യു.പിയിൽ ഏത് തരത്തിലുള്ള അഴിച്ചുപണിയാണ് ഈ കനത്ത തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്നത്? ബി.ജെ.പിയിലും സർക്കാരിലും എന്നതാണ് പ്രധാനം. അർജുനാണ് ചർച്ചകളുടെ വിവരങ്ങൾ നൽകിയത്.